തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ വേദനിലയമടക്കമുള്ള വീടുകൾ ജപ്തി ചെയ്യും. ആദായനികുതി കുടിശ്ശികയെ തുടർന്നാണ് നടപടി. ജയലളിതയുടെ വേദനിലയമടക്കമുള്ള വീടുകളും സ്വത്തുക്കളും ലേലം ചെയ്യേണ്ടി വരുമെന്നാണ് ആദായനികുതി വകുപ്പ് അറിയിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2026 ജനുവരി 31 വരെ പലിശ സഹിതം 20 കോടി രൂപയാണ് നികുതി ഇനത്തിൽ ജയലളിതയുടെ ബന്ധുക്കൾ കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. ആദായനികുതി വകുപ്പ് നോട്ടീസ് ചോദ്യം ചെയ്ത് ജയലളിതയുടെ അനന്തരാവകാശി ജെ ദീപയുടെ ഹർജിക്ക് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ജയലളിതയുടെ നിയമപരമായ അവകാശികളിൽ ഉൾപ്പെട്ടവരാണ് ജെ ദീപയും ദീപക്കും. 600 കോടിയിലേറെ രൂപയുടെ മൂല്യമാണ് ജയലളിതയുടെ സ്വത്തുക്കൾക്കുള്ളത്. 2025 ഓഗസ്റ്റ് 4 ആദായനികുതി വകുപ്പ് നൽകിയ കത്തിലാണ് കുടിശ്ശിക ഇനത്തിൽ 13.69 കോടി രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ടത്. നികുതി ഡിമാൻഡ്, പലിശ എന്നിവ ഇനത്തിൽ 36.56 കോടി രൂപയാണ് നൽകാനുള്ളത്. 36 കോടി രൂപയായിരുന്ന നികുതി കുടിശ്ശിക പിന്നീട് 13 കോടിയായി കുറച്ചിരുന്നു. 1.17 കോടി രൂപ നൽകിയിട്ടുണ്ട്. നോട്ടീസുകളിലെ തുകയുടെ വ്യത്യാസം ചോദ്യം ചെയ്താണ് ദീപ കോടതിയെ സമീപിച്ചത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.